സ്വർണം സർവകാല റെക്കോർഡുകളെയും ഭേദിച്ചുകൊണ്ട് കുതിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം തീർച്ചയായും നിങ്ങളും ശ്രദ്ധിച്ചു കാണും. എന്നാൽ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് സ്വർണ്ണ വില ഇങ്ങനെ കുതിച്ചു മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്? മാത്രമല്ല, ഒരു പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, സ്വർണത്തിന് വെറും 20,000 രൂപയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു പ്രൈസിലേക്കൊക്കെ ഇനി സ്വർണം തിരിച്ചു വരാൻ വല്ല സാധ്യതകളുണ്ടോ? വിശദമായ രീതിയിൽ തന്നെ നമുക്ക് പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. മനുഷ്യരാശിയുടെ തന്നെ ഏറ്റവും പഴക്കമേറിയ നിധി എന്നൊക്കെ നമ്മൾ സ്വർണത്തെ വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും അധികം കൗതുകകരമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത് ഈ സ്വർണം ഭൂമിയിലുള്ള ഒരു ലോഹമല്ല എന്നതാണ്. എങ്ങാനും ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ലോഹമായിരുന്നു സ്വർണമെങ്കിൽ ഭൂമി മെൽറ്റായ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയതൊക്കെ കാരണമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയാത്തത്ര ഭൂമിയുടെ ഉൾഭാഗത്തായിട്ട് മാത്രമേ നമുക്ക് സ്വർണത്തെ കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സ്വർണ്ണമുള്ളത് ഭൂമിയുടെ ഔട്ടർ സർഫേസിലാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ സ്വർണം എവിടുന്ന് വന്നു? ഈ കാര്യത്തെക്കുറിച്ച് നാസ വിശദീകരിക്കുന്നത് ഏറെക്കുറെ 4 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉൽക്കാവർഷത്തിലൂടെ, ഒരു മെറ്റ്യൂറേറ്റ് ഷവറിലൂടെയാണ് ഭൂമിയിലേക്ക് സ്വർണം എത്തിയിട്ടുള്ളത് എന്നൊരു കാര്യമാണ്. അപ്പോൾ വീണ്ടും അവിടുത്തെ ഒരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ സ്വർണം ഉണ്ടായത് എവിടെയാണ്? എവിടെ നിന്നാണ് ഭൂമിയിലേക്ക് ഈ സ്വർണ്ണമൊക്കെ തന്നെയും എത്തിച്ചേർന്നിട്ടുള്ളത്? ഈ കാര്യത്തെക്കുറിച്ച് നാസയുടെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് സൂപ്പർനോവ എക്സ്പ്ലോഷൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ 2 ന്യൂട്രോൺ സ്റ്റാർസ് പരസ്പരം കൂട്ടിയിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗോൾഡ് ഉണ്ടായിട്ടുള്ളത് എന്നൊരു കാര്യമാണ്. കുറച്ചുകൂടെ ഒന്ന് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, 2 വലിയ നക്ഷത്രങ്ങൾ അത് കത്തിജ്വലിച്ച് തീരാനാകുമ്പോൾ, അല്ലെങ്കിൽ മരണത്തിലേക്ക് അടുക്കുന്ന ഒരു അവസരത്തിൽ അത് വളരെയധികം സൂപ്പർ ഡെൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രോൺ സ്റ്റാറുകളായിട്ട് മാറും. ഈ 2 ന്യൂട്രോൺ സ്റ്റാറുകളും ഒരുപക്ഷെ മില്യൺ കണക്കിന് വർഷങ്ങൾ പരസ്പരം ഓർബിറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ഏറ്റവും അവസാനത്തിലെത്തുമ്പോൾ ഈ 2 ന്യൂട്രോൺ സ്റ്റാറുകളും പരസ്പരം കൂട്ടിയിടിക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിലുള്ള എനർജി റിലീസ് ആകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹെവി മെറ്റലുകൾ കൂടെ രൂപാന്തരപ്പെടുന്നുണ്ട്, ലൈക്ക് ഗോൾഡ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ചുറ്റുപാടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗോൾഡിന് വലിയൊരു ചരിത്രം തന്നെ ഉണ്ട് എന്ന് ചുരുക്കം. കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലായ്പ്പോഴും ഗോൾഡിൻ്റെ റേറ്റ് മുകളിലേക്ക് തന്നെ കുതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ എന്തുകൊണ്ടും ഗോൾഡിലൊരു സേവിങ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മികച്ചൊരു കാര്യം തന്നെയാണ്. നല്ല റിട്ടേൺസ് കിട്ടാൻ ചാൻസ് ഉള്ള ഒന്ന് തന്നെയാണ്. പക്ഷേ ട്രഡീഷണൽ രീതിയിൽ ഓർണമെൻറ്റ്സ് മേടിക്കുന്നതിന് പകരം നമുക്കിപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ജാർ ആപ്പാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് വെറും 10 രൂപക്ക് വരെ നമുക്ക് 24 ക്യാരറ്റ് ഗോൾഡിൽ സേവിങ്സ് ആരംഭിക്കാൻ സാധിക്കും എന്നതാണ്. അതുപോലെ തന്നെ ഓട്ടോപേ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് സേവിങ്സ് അവിടെ സ്റ്റാർട്ട് ആകുന്നുണ്ട്. അതായത് ഡെയിലി, വീക്ക്ലി, മന്ത്ലി എന്നിങ്ങനെയൊക്കെ ഓട്ടോപേ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസങ്ങളിലെ ഗോൾഡ് റേറ്റ് അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഓട്ടോപേ ഡിസേബിൾ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഇത്തരത്തിൽ സേവ് ചെയ്ത് വെച്ച ഈ ക്യാഷ് ഒക്കെ തന്നെയും എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യാം. KYC നിർബന്ധമാണ്. അതും നമുക്ക് ക്യാഷ് ആയിട്ടോ, അല്ലെങ്കിൽ ഗോൾഡ് ഓർണമെന്റ്സ് ആയിട്ടോ, അതും അല്ലെങ്കിൽ ഗോൾഡ് കോയിൻസ് ആയിട്ടോ ഒക്കെ തന്നെ ജാർ ആപ്പിൽ നിന്ന് വിഡ്രോ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇന്ത്യയിൽ 4 കോടിയിലധികം ഉപഭോക്താക്കളുള്ള ജാർ ആപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാനാണ്. അപ്പോൾ ജാർ ആപ്പിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഏതായാലും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. വളരെ ഈസിയാണ്, തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് ഏതായാലും ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഒരുപാടധികം വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടാണ് ഈ ഗോൾഡ് നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി മനുഷ്യർ ഏത് കാലഘട്ടം മുതലാണ് ഗോൾഡ് ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്നതിനെ കുറിച്ച് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 40,000 വർഷങ്ങൾക്ക് മുമ്പ് പോളിയോത്തിക് ഗുഹകളിൽ ഈ ഗോൾഡ് ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, വർഷങ്ങൾക്കിപ്പുറം പിന്നീട് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലേക്ക് എത്തിച്ചേരുമ്പോൾ BC 2000-കളിലൊക്കെ തന്നെയും ഗോൾഡിനെ ഒരു ദൈവികമായിട്ടുള്ള ഒന്നായിട്ടാണ് ഈജിപ്തുകാർ കണക്കാക്കി വന്നിട്ടുണ്ടായിരുന്നത്. അതായത് സൂര്യദേവനായിട്ടുള്ള റായോട് കണക്ട് ചെയ്തുകൊണ്ട് ദേവന്മാരുടെ മാംസമാണ് സ്വർണം എന്ന രീതിയിലൊക്കെയാണ് ഈജിപ്തിലെ ആളുകൾ സ്വർണത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ ആകണം ഈജിപ്തിലെ പിരമിഡുകളിൽ പോലും വലിയ തോതിൽ തന്നെ ഗോൾഡ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് അതൊക്കെ തന്നെ മോഷണം പോവുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം.
മാത്രമല്ല ഈജിപ്തുകാർ തന്നെയാണ് ഗോൾഡിനെ വിനിമയ ആവശ്യാർത്ഥം കറൻസി എന്നോണമൊക്കെ ഉപയോഗിച്ച് വരാൻ ആരംഭിക്കുന്നത്. അതായത് ആ ഒരു കാലഘട്ടത്തിൽ 2.5 ഭാഗം വെള്ളി നൽകി കഴിഞ്ഞാൽ 1 ഭാഗം സ്വർണ്ണമൊക്കെ ലഭിക്കുന്ന രീതിയിലായിരുന്നു അവരതിൻ്റെ മൂല്യം കണക്കാക്കി വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ ലോകത്തിൽ ആദ്യമായിട്ട് സ്വർണത്തിന് മൂല്യം കണക്കാക്കപ്പെടാൻ ആരംഭിച്ചതും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ആയിരിക്കാം. എന്തൊക്കെ തന്നെയായാലും വർഷങ്ങൾക്ക് ഒരുപാട് ശേഷം ഇപ്പോൾ നമ്മളൊക്കെ തന്നെയും നോക്കുമ്പോൾ ഓരോ ദിവസവും റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടാണ് സ്വർണ്ണ വില കുതിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കാം ഇതിന് കാരണം? തീർച്ചയായിട്ടും ഇതിന് വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത്തരത്തിൽ 6 കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് സെൻട്രൽ ബാങ്കുകൾ വലിയ തോതിൽ തന്നെ സ്വർണം മേടിച്ചു കൂട്ടുന്നു എന്നതാണ്. അതായത് 1 പവനോ 10 പവനോ 100 പവനോ ഒന്നുമല്ല സെൻട്രൽ ബാങ്കുകൾ മേടിച്ചു കൂട്ടുന്നത്. 2025 മാത്രം അത് ഏറെക്കുറെ 900 ടണ്ണോളം മേടിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ആകെ മൊത്തം കുഴിച്ച് പുറത്തെടുത്തിട്ടുള്ള സ്വർണത്തിന്റെ അളവ് എന്ന് പറയുന്നത് 2,16,000 ടണ്ണാണ്. ഇതിനെ നമ്മൾ ഒരു ക്യൂബായിട്ട് മാറ്റിയെടുക്കുകയാണെങ്കിൽ 22 മീറ്റർ നീളവും വീതിയും ഉയരമൊക്കെ വരുന്ന ഒരു ക്യൂബായിട്ട് നമുക്കിതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതിൽ തന്നെ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് 51% ഉപയോഗിച്ചിട്ടുള്ളത് ആഭരണങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല 25% പിന്നീട് വരുന്നത് നാണയങ്ങളും ബാറുകളും ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. 7% ഇലക്ട്രോണിക് ഐറ്റങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. 1% പല്ലിൽ ചികിത്സയും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 15% ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഈ സെൻട്രൽ ബാങ്കുകളുടെ രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കുകളുടെ റിസർവ് എന്നോണമായിട്ടാണ്. ഏത് രാജ്യത്തിൻ്റെ പക്കലാണോ കൂടുതൽ ഗോൾഡ് റിസർവ് ഉള്ളത് ആ രാജ്യത്തിൻ്റെ എക്കോണമി സ്ട്രോങ്ങും അതുപോലെ തന്നെ സ്റ്റേബിളും ഒക്കെ ആയിരിക്കും. കാരണം രാജ്യത്ത് എന്തെങ്കിലും തരത്തിലുള്ള ക്രൈസിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഗോൾഡ് എടുത്തുകൊണ്ട് ഇവർക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ സാധിക്കും. സോ ഇത്തരം ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് വലിയ തോതിൽ സ്വർണം ഈ റിസർവ് ബാങ്കുകൾ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കുകളൊക്കെ തന്നെ മേടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഡോളറിൻ്റെ ഡിപ്പെൻഡൻസി കുറക്കുക എന്നൊരു ലക്ഷ്യം കൂടെ ഇത്തരത്തിൽ ഗോൾഡ് മേടിച്ചു കൂട്ടുക വഴി പല രാജ്യങ്ങൾക്കുമുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ റിസർവിന് വേണ്ടി ഗോൾഡ് സൂക്ഷിക്കുന്നത് പോലെ തന്നെ പല പ്രധാനപ്പെട്ട കറൻസികളും സെൻട്രൽ ബാങ്കുകൾ സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഡോളേഴ്സ്, യൂറോ, പൗണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കറൻസികൾ. ഇവിടെ US-ഉമായി ബന്ധപ്പെട്ട് പല പല പ്രശ്നങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഡോളറിനെ വലിയ തോതിൽ അവിടെ കരുതൽ ശേഖരമാക്കി മാറ്റുക, അതിനെ ഒഴിവാക്കുക, ഡിപ്പെൻഡൻസി കുറക്കുക എന്നൊരു ലക്ഷ്യം കൂടി വരുമ്പോൾ ഈ എമൗണ്ട് കൂടെ നേരെ ഈ സെൻട്രൽ ബാങ്കുകൾ ഗോൾഡിലേക്ക് തന്നെയാണ് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെയൊക്കെ നമുക്കറിയുന്ന ഒരു കാര്യം ഗോൾഡ് ലിമിറ്റഡ് ആണ്, അതിൻ്റെ സപ്ലൈ ലിമിറ്റഡ് ആണ്. പക്ഷേ വലിയ തോതിൽ ഡിമാൻഡ് കൂടെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രൈസ് കൂടും. തീർച്ചയായും ഇങ്ങനെ ഒരു കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. അത് സീസണൽ ആയിട്ടുള്ള വലിയ തോതിലുള്ള വിലകയറ്റമാണ്. അതായത് ഈ ദീപാവലി സീസൺ തന്നെ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ മാത്രം ദീപാവലി വീക്കിൽ മേടിച്ചു കൂട്ടിയിട്ടുള്ളത് 40 ടൺ സ്വർണ്ണമാണ്. അതായത് ഏറെക്കുറെ 92,000 കോടി രൂപ വില മതിക്കുന്ന സ്വർണ്ണമാണ് ഈ ദീപാവലി വീക്കിൽ മാത്രമായിട്ട് ഇന്ത്യക്കാർ മേടിച്ചിട്ടുള്ളത്. പിന്നെ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ വില കൂടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ലല്ലോ. മൂന്നാമത്തെ പ്രധാനമായിട്ടുള്ള കാര്യം ജിയോ പൊളിറ്റിക്കൽ ടെൻഷനാണ്. നമുക്കറിയാം ഒരു ഭാഗത്ത് ഇപ്പോഴും നിർത്താത്ത രീതിയിൽ തന്നെ റഷ്യ-യുക്രൈൻ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇറാൻ-ഇസ്രായേൽ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ US-ചൈന വ്യാപാര കരാറുകളുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള സംഘർഷപരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വ്യത്യസ്ത ആസ്തികളിലൊക്കെ തന്നെയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു റിസ്ക് ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. ഒരു രാജ്യം പെട്ടെന്നൊരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഗ്ലോബലി വ്യത്യസ്ത രീതിയിലുള്ള മാറ്റങ്ങൾ യുദ്ധം കാരണമായിട്ടുണ്ടാകുമ്പോൾ ഒക്കെ തന്നെയും ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആസ്തികളിലും അതിൻ്റേതായിട്ടുള്ള വലിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ തന്നെയും ഇവർക്ക് ഏറ്റവും സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഗോൾഡാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ തോതിൽ ആളുകൾ ഗോൾഡിനെ ആശ്രയിക്കുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഓഹരികളിലും മറ്റൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടുകൾ പൂർണ്ണമായിട്ടും പിൻവലിച്ചുകൊണ്ട് നേരെ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. 2000 മുതൽക്കുള്ള കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിലൊക്കെ തന്നെയും 70% സമയങ്ങളിലും ഗോൾഡ് സ്റ്റേബിൾ ആയിട്ട് തന്നെ തുടരുന്നുണ്ടായിരുന്നു. യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ
നേരെ ഗോൾഡ് മേടിക്കാൻ വേണ്ടി ഓടിയെത്തുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും സ്വർണ്ണവില കൂടാൻ ഇതും ഒരു കാരണമാകുന്നുണ്ട്. നാലാമത്തെ കാരണം വരുന്നത് US ഫെഡറൽ റിസർവ് നിരക്കുകളുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഡോളർ ദൗർബല്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുമെന്നൊരു ആശങ്ക വലിയ തോതിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അവിടെയൊക്കെ തന്നെയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പലിശ നിരക്ക് കുറയുമ്പോഴും ഏറ്റവും സേഫായിട്ട് മാറ്റി വേറൊന്നിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അവർ ഒപ്റ്റ് ചെയ്യുന്നത് ഗോൾഡാണ്. തീർച്ചയായിട്ടും ഇത്തരം ഒരു കാര്യവും സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിക്കാനും അതുകൊണ്ട് വില കൂടാനും ഒക്കെ കാരണമായിട്ടുണ്ട്. ഇനിയിപ്പം ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡോളറുമായിട്ടുള്ള ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഡോളറിൻ്റെ വില കൂടി പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വർണത്തിൻ്റെ വില ഡോളറിലാണ് നിശ്ചയിക്കപ്പെടുന്നത് എന്നൊരു കാര്യം കൂടി ഇവിടെ ചേർന്ന് വരുമ്പോൾ സ്വർണം മേടിക്കാൻ വേണ്ടി നമ്മൾ നൽകേണ്ട രൂപയുടെ അളവ് അവിടെ കൂടുതലായിട്ട് വരുന്നുണ്ട്. അതൊക്കെ തന്നെയും സ്വർണ്ണ വില കൂടാൻ കാരണമായിട്ട് മാറുന്നുണ്ട്. അഞ്ചാമത്തെ കാര്യം വരുന്നത് പണപ്പെരുപ്പം വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ കറൻസികളുടെ മൂല്യം കുറയുമോ എന്ന ആശങ്ക വർദ്ധിക്കുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. പല രാജ്യങ്ങളുടെയും കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവിടങ്ങളിലൊക്കെ തന്നെയും പണപ്പെരുപ്പം വർദ്ധിച്ചതായിട്ടുള്ള കണക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചില രാജ്യങ്ങളിലൊക്കെ തന്നെയും വലിയ തോതിലുള്ള കടക്കണിയിലേക്ക് നീങ്ങുന്നുണ്ട്. ഇവിടെ ഒക്കെ തന്നെയും സംഭവിക്കുന്ന ഒരു കാര്യം, ഈ കറൻസികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ അതിൽ നിന്നും ആ കറൻസികളിൽ നിന്നും മാറ്റിയിട്ട് സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നുണ്ട്. ഈ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അവർ കാണുന്നത് ഗോൾഡാണ്. അതുകൊണ്ടൊക്കെ തന്നെയും ഗോൾഡിലേക്ക് പിന്നെയും ആളുകൾ വലിയ തോതിൽ എത്തുന്നു, ഗോൾഡ് വലിയ തോതിൽ മേടിച്ചു കൂട്ടുന്നു. ഈ ഒരു കാരണം കൊണ്ടും അങ്ങനെ വില പിന്നെയും വർദ്ധിക്കുകയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആറാമത്തെ കാര്യം ETF-കളാണ്, അതായത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്. നമുക്കറിയാം, ഇപ്പോൾ പഴയതുപോലെ സ്വർണം എല്ലാവരും വലിയ തോതിൽ തന്നെ കയ്യിൽ മേടിച്ച് വെക്കാറില്ല. അതിന് പകരമായിട്ട് ഈ ഫിസിക്കൽ ഗോൾഡിന് പകരമായിട്ട് വലിയ തോതിൽ തന്നെ ആളുകൾ ഇന്ന് ഡിജിറ്റൽ ആയിട്ടുള്ള ഗോൾഡ് ETF-കളൊക്കെ തന്നെ വലിയ തോതിൽ തന്നെ ആശ്രയിക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പണിക്കൂലിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സുരക്ഷിതമായ രീതിയിൽ തന്നെ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഗോൾഡ് വിൽക്കാം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് വലിയ തോതിൽ ആളുകൾ ഇന്ന് ഗോൾഡ് ETF-കളിലേക്ക് ആകർഷകമാകുന്നത്. മാത്രമല്ല മറ്റൊരു ട്രെൻഡ് കൂടെ ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, പണ്ട് കാലത്ത് ആളുകൾ ഒരു സേവിങ്സ് എന്നോണം വലിയ തോതിൽ ആഭരണങ്ങൾ മേടിച്ച് കൂട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെയും ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഗോൾഡ് ബാറുകളും ഗോൾഡ് കോയിനുകളും ഒക്കെ, അതായത് പണിക്കൂലി വളരെയധികം കുറഞ്ഞ രീതിയിലുള്ള സ്വർണ്ണവുമായി ബന്ധപ്പെട്ട വസ്തുവകകളൊക്കെ വാങ്ങുന്ന രീതിയിലേക്ക് മൊത്തത്തിൽ ആ ട്രെൻഡ് തന്നെ മാറി വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ പലപ്പോഴും വീട്ടിൽ ഞാനും ഉമ്മയും തമ്മിലുള്ള ഡിസ്കഷനിൽ വരാറുള്ള ഒരു കാര്യമാണ് ഈ സ്വർണ്ണാഭരണങ്ങൾ ഒരു സേഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എന്നുള്ളത്. ആദ്യ സമയങ്ങളിൽ ആളും സ്വർണ്ണം മേടിക്കുക, സ്വർണ്ണാഭരണങ്ങൾ മേടിക്കുക എന്നുള്ള രീതിയിലാണ് ഒപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ ഈ പണിക്കൂലി അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്ന കാര്യം കൊണ്ട് അവിടെ ഒരു വലിയ ലോസിലേക്ക് വരാൻ സാധ്യത ഉണ്ട് എന്ന കാര്യം കൊണ്ട് അതൊരു സേഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ആൾക്ക് വരെ ഡൗട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും ഈ ഡിജിറ്റൽ ഗോൾഡിലേക്ക് ആളുകൾ ഇന്ന് വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പണിക്കൂലി കുറഞ്ഞ രീതിയിലുള്ള ഗോൾഡിലേക്കും ആളുകൾ വലിയ തോതിൽ മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്കറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഗോൾഡിൻ്റെ വില കുറയുമോ? നമ്മൾ നോക്കി കണ്ടൊരു കാര്യമാണ്, പെട്ടെന്ന് വെച്ചുകൊണ്ട് ഒരു ഒറ്റ കയറ്റമായിരുന്നു സ്വർണത്തിൻ്റെ വില. ഇനി അത് പഴയ രീതിയിലേക്ക് തിരിച്ചു വരുമോ? ഒരു എക്സ്ട്രീം ലെവലിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പണ്ടുണ്ടായിരുന്ന 2011-10 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പവന് 20,000 രൂപ എന്ന നിരക്കിലേക്കൊക്കെ ഈ സ്വർണം വില തിരിച്ചു വരാനുള്ള വല്ല സാധ്യതകളുണ്ടോ? ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ വ്യത്യസ്തരായിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഭിന്നങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ചില ആളുകൾ അഭിപ്രായപ്പെടുന്നത് സ്വർണത്തിൻ്റെ വില ഏറെക്കുറെ 30 മുതൽ 35% വരെ കുറയാനുള്ള സാധ്യതകളുണ്ട് എന്നാണ്. അതായത് ഇത്രയധികം പെർസെൻറ്റേജ് കുറയുകയാണെങ്കിൽ പവന് ഏറെക്കുറെ 62,000 രൂപയിലേക്ക് സ്വർണം തിരിച്ചെത്തും. പക്ഷേ കേട്ടപ്പോൾ അല്ലെങ്കിൽ വായിച്ചപ്പോൾ പേഴ്സണലി എനിക്ക് പോലും അത്ര ഉറപ്പില്ല ഇത് അത്രത്തോളം എത്തുമോ എന്നുള്ള കാര്യം. പക്ഷേ ഇത്തരത്തിലും ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഒരു കണക്കുകൾ വെച്ചിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ ക്രോഡീകരിച്ച് പരിശോധിക്കുകയാണെങ്കിൽ സ്വർണത്തിൻ്റെ വില ഒരു പക്ഷേ ഒരു 15 മുതൽ 20% വരെയൊക്കെ കുറയാനുള്ള സാധ്യതകളുണ്ട് എന്ന രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ലോങ് ടേമിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സ്വർണത്തിൻ്റെ വില പിന്നെയും കൂടി പോകാനുള്ള സാധ്യതകൾ തന്നെയാണുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനും അതുപോലെ
അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കുകൾ വലിയ തോതിൽ ടൺ കണക്കിന് ഗോൾഡ് മേടിച്ചു കൂട്ടുന്നുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഭാവിയിലേക്ക് നോക്കുമ്പോഴും ഈ ബാങ്കുകളൊക്കെ തന്നെയും ഇനിയും ഗോൾഡ് മേടിച്ചു കൂട്ടാനുള്ള വലിയ സാധ്യതകൾ തന്നെയാണ് നോക്കിക്കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസോടെ വൈൻഡപ്പിയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. ഗോൾഡുമായി ബന്ധപ്പെട്ട എന്തുകൊണ്ട് ഗോൾഡിൻ്റെ പ്രൈസ് കൂടി പോകുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരുപാടധികം കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ജാർ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഏതായാലും താഴെ കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ വെറും 10 രൂപ മുതൽക്കേ തന്നെ നമുക്ക് 24 ക്യാരറ്റ് ഗോൾഡിൽ സേവിങ് സ്റ്റാർട്ട് ചെയ്യാൻ ജാർ ആപ്പിലൂടെ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഏതായാലും താഴെ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുപിട്ടാവുന്ന പ്രതീക്ഷയോടെ ബൈ.